ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാൻറ്റീസ് 3 തരത്തിൽ പഠിച്ചു അല്ലേ? എല്ലാവരും അത് തയ്ച്ച് നോക്കി കാണുമല്ലോ. അത് ആദ്യം ഏതാ തയ്ച്ചത്? നമ്മൾ ആദ്യം മടക്കി തയ്ക്കാൻ, തുമ്പൊളിച്ച് മടക്കി തയ്ക്കാൻ പഠിച്ചു. പിന്നെ രണ്ടാമത് പടി വയ്ക്കാൻ പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഫ്രില്ല് വെക്കാൻ പഠിച്ചു. ഇതെല്ലാം ചുരിദാറിൻ്റെ ഏത് ഭാഗങ്ങളിലൊക്കെയോ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങൾ തയ്ച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു കാണും അല്ലേ? നിങ്ങൾക്കൊക്കെ ഓരോ ചുരിദാറുകളുണ്ട്, അതിനകത്ത് നിങ്ങൾ കണ്ടു കാണും. ഇനി നമുക്ക് പൈപ്പിങ് വെക്കാൻ എങ്ങനെ? പൈപ്പിങ് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കാരണം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്ന് ഇത് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ മനസ്സിലായില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. മനസ്സിലായില്ല എന്ന് പറയരുത്. ഈ 3 പാൻറ്റീസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ 3 പാൻറ്റീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഞാനത് റിപ്പീറ്റ് ചെയ്ത് ഈ ബേസിക് കഴിയണേക്കാളും ഒരുപാട് ബേസിക്കിലുള്ള സംശയങ്ങളെല്ലാവരും തീർത്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അത് പറഞ്ഞു തരണേൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്നോട് പറയാം. ഇനി അടുത്ത് നമുക്ക് പൈപ്പിങ് വയ്ക്കാം. പൈപ്പിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എല്ലായിടത്തും നമ്മൾ പൈപ്പിങ് വയ്ക്കണം. അത് വെട്ടണ രീതി ഞാൻ ആദ്യം ഇതിനകത്ത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു ചതുരത്തിൽ തുണി എടുത്തത്. നമ്മളൊരു സമചതുരത്തിൽ ഒരു തുണി എടുത്തിട്ട് ഇതിൻ്റെ വളഞ്ഞ വശങ്ങൾ തയ്ക്കണായിട്ട് വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്രോസ് വെട്ടാൻ പറഞ്ഞല്ലേ? ഇതാണെങ്കിൽ തേര് വശം, ഇത് വിലങ്ങൻ വശവും. അപ്പോൾ അതിൻ്റെ ക്രോസ് വശം വന്നത് ഇങ്ങനെ കണ്ട, വലിച്ചാ നീളം കണ്ട, അങ്ങനെയാണ് ക്രോസ് വശം വന്നത്. എന്നിട്ട് ഇതിൻ്റെ ക്രോസ് വശത്ത് നമ്മൾ ഇത് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് വീതിയിലെടുക്കണം. 1 ഇഞ്ച് വീതിയിലെടുക്കണം. ആദ്യം ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് വരയ്ക്കണം. കണ്ട, ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ 1 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തണം. കണ്ട, ഇങ്ങനെ അടയാളപ്പെടുത്തി എന്നിട്ട് അതിൻ്റെ നേരെ ഇങ്ങനെ വരയ്ക്കണം. അത് കഴിഞ്ഞ് അടുത്തത് 1 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തണം. അതും ഇവിടെ ഇങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് വെട്ടിയെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വളഞ്ഞു പോകും. കണ്ട, ഇങ്ങനെ നമ്മൾ 5-6 കഷ്ണം വെട്ടിയെടുക്കുക. നമ്മൾ വെട്ടണ തുണിക്കകത്ത് വര കാണണമെന്ന് ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ ചീത്ത പുറത്ത് വെച്ച് വേണം നിങ്ങൾ എപ്പോഴും വരയ്ക്കാനായിട്ട് കേട്ടോ. അത് തയ്ച്ച് പോവും. അടുത്തത് ഒരെണ്ണം കൂടെ നമുക്ക് 2 കാലേലും പടി വയ്ക്കണം. ഞാൻ 2 മോഡലായിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തരും. ഇതിപ്പോൾ 1 കാലിനുണ്ട്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1.5 ഇഞ്ച് വീതിയിൽ എടുക്കുക. 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇങ്ങനെ വരച്ച് എടുക്കുക. അത് അടുത്ത കാലിൽ വേറൊരു രീതിയിൽ പൈപ്പിങ് വെക്കുന്നത് കാണിച്ചു തരാനാണ്. നിങ്ങൾ ഈ വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 കാലിലും 2 രീതിയിൽ നിങ്ങളെ തയ്ച്ച് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത് ഇനി നമ്മൾ ചുരിദാറയിൽ തയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായില്ല അങ്ങനെയുള്ള ഇതൊന്നും പറയരുത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അത് ചുരിദാറയിൽ പഠിക്കാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് പൈപ്പിങ് വെക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൽ പഠിച്ചാലുള്ളൂ അതിൽ ഓർമ്മ കിട്ടുള്ളൂ. 1.5 ഇഞ്ച് വീതിയിലാണ് ഇനി നമ്മൾ എടുക്കുന്നത്. കണ്ട, അടുത്ത കാല് നമ്മൾ വേറെ രീതിയിൽ ഒരു പൈപ്പിങ് വെക്കുകയാണ്. അത് കാണിച്ചു തരാനായിട്ടാണ് നമ്മൾ ഈ 1.5 ഇഞ്ച് വീതിയിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആരാന്ന് പറയുമ്പോഴൊക്കെ അറിയാലോ. കണ്ട, ഇങ്ങനെ 2 രീതിയിൽ വെട്ടിയെടുത്തു. ഇനി ഇത് തയ്ച്ച് ഈ പീസുകൾ തമ്മിൽ നമ്മൾ ജോയിൻ്റ് ചെയ്യണം. ഈ പീസ് തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഒരു ചരിഞ്ഞ വശമുണ്ട് കണ്ടോ. ഇത് ചരിവില്ലെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ചരിഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഇത് തേരുവശമായതുകൊണ്ട് അതിങ്ങനെ കണ്ട ചരിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കണ്ടോ, ഇത് ഇവിടെ ഇതും ചരിഞ്ഞതാ. ഇത് രണ്ടും കണ്ടിരിക്കുന്നത് കണ്ട. ഇതിനെ രണ്ടിനെ നേരെ വയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഇത് നേരെയായി.
ഇത് പ്രത്യേകം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാ കുട്ടികൾക്കും തെറ്റിപ്പോകുന്നതാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഇവിടെ കൂർത്ത ഭാഗവും കൂർക്കാത്ത ഭാഗവും, ഈ കൂർത്ത ഭാഗം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, നേരെ ഓപ്പോസിറ്റ് വയ്ക്കണം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് കണ്ട, ഇതിവിടെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ കത്രിക പോലെ ഒരു ഭാഗം കാണാം. ഈ കത്രിക ഇരിക്കുന്നത് കണ്ട ഇങ്ങനെയല്ലേ, അതുപോലെ ഇവിടെ ഈ കത്രിക പോലെ കാണുന്ന ഭാഗവും അതിൻ്റെ ഇപ്പുറത്തും കത്രിക കാണുന്ന പോലെ ഒരു ഭാഗമുണ്ട്. അവിടേക്ക് ഇങ്ങനെ അടിക്കണം. ഞാൻ ഇത് വരച്ച് കാണിക്കാം ആദ്യം. കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കണം. അങ്ങനെ ഈ 3 പീസും നമ്മൾ അടിച്ചെടുക്കുന്നു. കണ്ട, ഇപ്പം നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? കത്രിക പോലെ ഇരിക്കുന്ന ഭാഗത്തു നിന്നും ഇങ്ങേ അറ്റത്തെ കത്രിക പോലെ ഇരിക്കുന്ന ഭാഗത്തേക്ക് അടിക്കുക. ഇതിൽ സ്വല്പം ഇങ്ങോട്ട് ഇറങ്ങിപ്പോവുകയോ കയറി പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ തുണി നമുക്കിങ്ങനെ വെക്കുമ്പോൾ ലെവലായിട്ട് കിട്ടില്ല. നമുക്ക് അടിക്കാം. കെട്ടിട്ട് അടിക്കണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ അടിച്ചു. ഇനി വേറൊരു പീസ് ഇതിനകത്ത് വെക്കണമെങ്കിൽ ഈ പുറകിൽ പോയ പീസിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നേരെ തിരിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ തന്നെ കൈ കൊണ്ടുപോയിട്ട് അതിങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുമ്പോൾ അതിൻ്റെ നല്ല പുറം കിട്ടും. എന്നിട്ട് അടുത്ത പീസ് അതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് നേരെയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് കത്രിക പോലെയുള്ള ഭാഗത്തേക്ക് അടിക്കണം. അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടിച്ച് ഇവിടേക്ക് ഇറക്കണം. അത് ഇങ്ങോട്ടല്ല ഇറക്കേണ്ടത്, ഇങ്ങോട്ടല്ല ഇറക്കണ്ടേ. ശരിക്കും കത്രിക പോലെ 2 തുമ്പും കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് അടിച്ചിറക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ടവലിനടിച്ച പോലെ മടക്കി തയ്ക്കുന്നു. കണ്ടോ, ഇത് 1 ഇഞ്ച് വീതിയുള്ള തുണിയാണ് കേട്ടോ. ഇതിങ്ങനെ മടക്കി തയ്ക്കുന്നു. കണ്ടോ, ഈ തുമ്പ് അടിച്ചപ്പോൾ ഇവിടെ എല്ലാം നമ്മളെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ വരണമെങ്കിൽ ആ കത്രിക പോലെയുള്ള ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടിക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകും. അത് വെട്ടിക്കളഞ്ഞാൽ ശരിയാകില്ല, ഒരിക്കലും ശരിയാകില്ല. ഇനി നമ്മുടെ പാൻറ്റീസിൻ്റെ നല്ല പുറം എടുക്കുക. ഇതാണ് അതിൻ്റെ പാൻറ്റീസിൻ്റെ നല്ല പുറം. നല്ല പുറത്തിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ മടക്കിയൊക്കെ തയ്ച്ചിരിക്കുന്നതിൻ്റെ നല്ല പുറം വെച്ച് അടിക്കുക. കണ്ടോ, ഇതിനകത്തേക്ക് ഇതിൻ്റെ നല്ല പുറം വെച്ച് അടിച്ചു. എന്നിട്ട് മറ്റേ ഈ മടക്കി തയ്ച്ച തുമ്പല്ല, ഇത് തുമ്പൊളിച്ച് മടക്കി തയ്ച്ചത് അവിടെ വെക്കണം. അതിൻ്റെ ഇപ്പുറത്തെ വശം ഈ പാൻറ്റീസിൻ്റെ കാലയിലേക്ക് വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ അടിക്കുക. കണ്ട, നമ്മൾ നേരത്തെ വെച്ചടിച്ചില്ലേ, അതുപോലെ പടിക്കൊക്കെ വെച്ചടിച്ചില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ ആ തുമ്പ് കണ്ട, സൂചി ഞാൻ കുത്തി നിർത്തി അടിക്കുന്നത് കണ്ടോ. നമ്മളെ ഇത് ഇങ്ങനെ അടിച്ചു. ബാക്കിയുള്ള തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളിങ്ങനെ അടിച്ചിട്ട് അങ്ങനെ തന്നെ നീക്കി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പില്ലേ കണ്ട, ഈ തുമ്പ് ഈ പീസിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. എന്നിട്ട് ആ പീസിൻ്റെ ഉള്ളിൽ വെച്ച് വളച്ച് ഇങ്ങനെ ഉരുട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇരിക്കണം, എന്നാലേ ഉരുണ്ടിരിക്കുകയുള്ളൂ. എന്നിട്ട് അതിൻ്റെ ആ ചാലയിൽ കൂടെ നമ്മൾ ഉരുട്ടി തയ്ക്കണം. അതിൻ്റെ ചാലയിൽ കൂടെ ഇങ്ങനെ തയ്ക്കണം. കണ്ടോ, അതിങ്ങനെ പതുക്കെ കുറേശ്ശെ വെച്ച് കണ്ട, ഇങ്ങനെ ഉരുണ്ടിരിക്കണം. അതിൻ്റെ ഈ പീസ് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വേണം തയ്ക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടായിരിക്കണം കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ച് മറിക്കണം. ഇതിൻ്റെ ഈ പച്ചയുടെ ഉള്ളിലിരിക്കണം, ഇതിൻ്റെ തുമ്പല്ല. ഇതുപോലെ ഒരു തരി പോലും ഇവിടെ
ഈ തയ്യിൽ കാണാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ ചാലീ കൂടെ വേണം അടിച്ചു വരാൻ. പോലെ ഒരേ വീതിയിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കണം. ഇനി നമ്മൾ അടുത്ത ഇത് തയ്ക്കാം. അതും ഒന്ന് നമുക്കിങ്ങനെ ക്രോസ് എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. ഇതുപോലെ തന്നെ ക്രോസ് തയ്ക്കുക. കണ്ട, നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് നിങ്ങളൊന്നും കൂടി കാണുക. കണ്ട, ഇതിങ്ങനെ നേരെ വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ നേരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നേരെ വയ്ക്കുമ്പോൾ ഇച്ചിരി കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നേരെ വെച്ചിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കണ്ടോ, ഈ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെക്കരുതും, ഈ തുമ്പയിലേക്ക് ഇത് വരണം. കണ്ടോ, ഈ കൂർത്തിരിക്കണ വശം കൂർത്തിരിക്കാത്ത വശത്തേക്ക് വെച്ചിട്ട് കത്രിക പോലെ ഇരിക്കുന്ന ഭാഗം ഏതാ? ഇത് കത്രിക പോലെ ഇരിക്കുന്ന ഭാഗം ഇത് അവിടേക്ക് അടിച്ച് പിടിപ്പിക്കണം. എന്നിട്ടത് നമ്മളെ ഇതിൽ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മീതെ ഇരിക്കണ തുണീനെ ഇതിങ്ങനെ പിടിച്ചിട്ട് മറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്തത് ഇങ്ങനെ നേരെ വയ്ക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകരുതും. നിങ്ങൾ കടലാസിലോ എങ്ങാനും വെട്ടി നിങ്ങൾ നന്നായിട്ട് അത് പഠിച്ചതിന് ശേഷം വയ്ക്കുക. ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ച് നമ്മൾ കണ്ടോ കട്ട് ചെയ്ത് എടുത്ത് ഇനി ഇങ്ങനെ തുമ്പ് വന്നാൽ അതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, ഒരു ശകലം പോലും ഇവിടെയും ഇല്ല തുണി. അങ്ങനെ അഥവാ ഇവിടെ നീണ്ടു വന്നാൽ അത് അഴിച്ച് വീണ്ടും നിങ്ങൾ തയ്ക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ മോഡൽ എങ്ങനെയാണ് കഴുത്തെ ഈ പൈപ്പിംഗ് വയ്ക്കണമെന്ന് നോക്കാം. നിങ്ങൾ ഒരു ഷഡിയിൽ ആദ്യത്തെ മോഡൽ തയ്ക്കണം. പിന്നെ അടുത്ത ഷഡിയിൽ നിങ്ങൾ അടുത്ത മോഡൽ തയ്ച്ച് തന്നെ പഠിക്കണം. തയ്ച്ച് പഠിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ രണ്ട് തുമ്പും കൂടി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്തോ. നിങ്ങൾക്ക് ആദ്യമൊക്കെ ആവുമ്പോൾ ഇത് അതിനകത്ത് വെച്ച് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടുമല്ലോ അങ്ങോട്ട് വെച്ച് തയ്ക്കാനായിട്ട്. ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതേലേക്ക് വെച്ച് അങ്ങ് തയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് സാരി ബ്ലൗസിനൊക്കെ നമ്മൾ പൈപ്പിങ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ചുരിദാറിനൊക്കെ പൈപ്പിങ് ഇങ്ങനെ കൊടുക്കും, മറ്റോണം കൊടുക്കും. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ മറ്റേ രീതിയിൽ തയ്ക്കുന്നത്. ഇപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ എളുപ്പപ്പണിയല്ലേ എല്ലാവരും ചെയ്യുന്നത്. അടുക്കളയിൽ കയറിയാലും നമ്മൾ എളുപ്പപ്പണിയല്ലേ ചെയ്യുക. അതുപോലെ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യും. മറ്റതാണ് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് വെച്ച് തയ്ക്കണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്നും എന്നോട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒരു ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ നല്ല പുറമാണ് ഇത്. ഈ നല്ല പുറത്ത് ഇതിൻ്റെ ഈ നമ്മൾ നേരത്തെ അടിച്ചിരിക്കുന്ന ആ തുമ്പിൻ്റെ അപ്പുറം വെച്ച് അതിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ വീണ്ടും നമ്മൾ അടിക്കുന്നു കേട്ടോ. 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിക്കുമല്ലേ. ഇങ്ങനെ മറ്റേ ഇത് അടിച്ച പോലെ അതിന് ഒരു തുമ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 2 തുമ്പും കൂടിയിട്ട് 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചു. വളഞ്ഞ വശത്ത് വന്നപ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തി വീണ്ടും അടിച്ച് വലിച്ചൊന്നും പിടിക്കണ്ട കേട്ടോ. ഇത് ക്രോസ് തുണിയാണ്. വലിച്ച് പിടിച്ചാൽ നമുക്ക് തയ്ക്കുമ്പോൾ ചുളിവ് വരും. അങ്ങനെ ഇത് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ അടിച്ചു. എന്നിട്ട് മറ്റത് കാണിച്ച പോലെ തന്നെ നമ്മൾ തയ്ക്കുക. അപ്പോൾ ഇതിന് ഇച്ചിരിയും കൂടി കട്ടി കിട്ടും, ഉരുളിമ കിട്ടും. കണ്ട, ഇതിലേക്ക് വെച്ചിട്ട് ഇത് വീണ്ടും ഇച്ചിരിയും കൂടി കട്ടി കിട്ടും. ഇതും കൂടി നോക്കിക്കുക. ഇതിന് ഇച്ചിരി കട്ടി കുറവ്, ഇതിന് ഇച്ചിരി തിക്കായിട്ടിരിക്കണില്ലേ. ഈ തുമ്പ് എപ്പോഴും എങ്ങടെ വയ്ക്കേണ്ട, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. ഈ തുമ്പ്
എല്ലാവരും കാണിക്കുന്ന പണിയാണ് ഈ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ തയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നെങ്കിൽ മാത്രമേ ആ ഉരുട്ടി അടിക്കുക എന്നതിന് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഉരുണ്ടിരിക്കുകയുള്ളൂ. ഉരുണ്ടിരുന്നാൽ അതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. കണ്ടോ, അടിക്കുന്ന കണ്ടോ? നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്ന പിള്ളേരായതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. നല്ലോണം ഇത് പ്രാക്ടീസ് ഉള്ളവരും തയ്യൽ അറിയാവുന്നവരും ക്ഷമിക്കണം. ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് എടുക്കേണ്ടത്. അതായത് നമ്മൾക്ക് അറിയാവുന്നവർക്കിത് ബോറടി ആയിട്ട് തോന്നും. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. ആരും ഒന്നും വിചാരിച്ചേക്കരുത്. അപ്പം നമ്മൾ 2 രീതിയിലുള്ള പൈപ്പിങ്ങും വെച്ച് തയ്ച്ച് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഡബിളായിട്ട് വെച്ചിട്ട് ഇത് സിംഗിളായിട്ട് വെച്ചിട്ടുള്ളതും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ചതുപോലെ തന്നെ രണ്ടും കൂട്ടിയടിക്കാം. ഇത് കണ്ടോ, ഈ ഡബിളായിട്ട് വെച്ചത് ഇങ്ങനെ ഇരിക്കും, സിംഗിളായിട്ട് വെച്ചത് ഇങ്ങനെ. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഡബിളായിട്ട് വെച്ചതിന് ഇച്ചിരി കട്ടി കൂടി ഇരിക്കും, ഇച്ചിരി കൂടി ഇടുപ്പതിനാണ്. 1/2 ഇഞ്ച് വീതിയിൽ ഇനി നമ്മുടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, പാൻറ്റീസിൻ്റെ മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വയ്ക്കുന്നിടത്ത് നമ്മൾ തുമ്പൊളിച്ച് 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കുന്നു. കണ്ടോ, തുമ്പൊളിച്ച് 1/2 ഇഞ്ച് വീതി. 1/2 ഇഞ്ച് വീതി ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് 1/2 ഇഞ്ച് വീതി എന്ന് പറഞ്ഞാൽ അറിയില്ല. അന്നേരം നിങ്ങൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കണം ഇത് 1/2 ഇഞ്ച് ഉണ്ടോ എന്ന്. അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഒരു കുറേശ്ശെ അടിച്ച് കഴിയുമ്പോൾ ഇത് 1/2 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഇവിടെ എല്ലാം പൊളഞ്ഞിരിക്കും. പൊളഞ്ഞിരിക്കണത് അതുകൊണ്ടാണ് അളവ് കറക്റ്റ് ശരിയാകാത്തത് കൊണ്ടാണ് പൊളഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ തയ്ച്ചിട്ട് പൊളഞ്ഞിരിക്കുക എന്ന് പറയരുത്. അത് നമുക്ക് ഉള്ളിലിടുന്ന ഈ തുമ്പ് എടുക്കുന്നതും ഉള്ളിലേക്ക് വയ്ക്കുന്ന ഇതും ഇതിൻ്റെ അളവ് കറക്റ്റ് അല്ലാണ്ടാണ്. പിന്നെ നമ്മൾ ഈ തുണി വലിച്ച് പിടിക്കരുതും. ഇപ്പം ഞാനിത് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് തുമ്പൊളിച്ച് ഇങ്ങനെ അങ്ങ് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന നൂല്, അതായത് ഇപ്പോൾ നമ്മളൊരു വര വരച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ നേരെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വലിച്ച് പിടിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വരയുടെ സ്ഥാനത്താണ് ഈ വര ഇരിക്കേണ്ടത്. അതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ചുളിവ് വരും. അങ്ങനെ ഇരിക്കരുത് ഒരിക്കലും. അതിൻ്റെ തുമ്പ് അങ്ങനെയാണ് വലിവ് വരണത്. കണ്ടോ, അങ്ങനെ ഞാനിപ്പോൾ വലിച്ചപ്പോൾ തന്നെ അവിടെ ഒരു ഇത് കണ്ടോ. അങ്ങനെ ഒരിക്കലും വലിക്കരുത്. വലിക്കാതെ നൈസായിട്ട് അങ്ങ് വെച്ച് കൊടുക്കണം. അപ്പം നമുക്കത് പൊളയാതെ കിട്ടും. അതെല്ലായിടത്തും അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് എലാസ്റ്റിക് ഇടാനായിട്ടാണ്. കണ്ടോ, അപ്പം ഇങ്ങനെ നമ്മൾ പൈപ്പിങ് കൊടുത്ത പാൻറ്റീസും തയ്ച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ബേസിക്കിലുള്ള ഒരു 4 മോഡൽ പാൻറ്റീസ് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പൈപ്പിങ് വെച്ച ഷഡ്ഡി തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 4 നമ്മുടെ ബേസിക്കിൽ 4 ചുരിദാറിൻ്റെ കഴുത്തുള്ള പാൻറ്റീസ് നമ്മൾ തയ്ച്ചു. ലാസ്റ്റ് തയ്ച്ചതാണ് ഈ പൈപ്പിംഗ് ഉള്ളത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാൻറ്റീസ് തയ്ച്ചതും ബാക്കിയുള്ള വീഡിയോകളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.